ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് KSRTCക്കാർ നമ്മളോട് കാണിക്കുന്ന ഒരു ചെറ്റത്തരത്തെക്കുറിച്ചാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ബസ്സിൽ KSRTCയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഒരു ഇടവേളയായിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ പോയിരിക്കുന്നത് 2011 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ ബസ്സിൽ അങ്ങനെ ട്രാവൽ ചെയ്യാറില്ല. ലോങ് പോകാൻ ഇപ്പോൾ ജോലിയുടെ ആവശ്യത്തിനാണെങ്കിൽ ലോങ് പോകുകയാണെങ്കിൽ ഞാൻ ടൂ വീലറാണ് മെയിനായിട്ട് ആശ്രയിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പോകാനാണെങ്കിലും കൊല്ലത്ത് പോകാനാണെങ്കിലും ഒക്കെ ഞാൻ ടൂ വീലറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ടൂ വീലറിന് കംപ്ലയിൻറ്റ് വന്ന കാരണം കുറച്ച് 2 മാസത്തോളമായിട്ട് ഞാൻ എന്തെങ്കിലും എമർജൻസി എനിക്ക് ഇങ്ങനെ സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു ഞാൻ അപ്പോൾ തന്നെ KSRTC ആണ് ആശ്രയിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ബസ്സിൽ കണ്ടുവന്നൊരു കാര്യവും എനിക്ക് അനുഭവത്തിൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തു കഴിയുമ്പം ഇവർ ബാലൻസ് എമൗണ്ട് തരാമെന്ന് പറയും. നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോഴത്തേക്ക് ഇവർ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ തരാമെന്ന് പറയും. ആ ടൈമിൽ ഇവർ ബസ് വിട്ട് കളയും. പിന്നെ കൊല്ലത്ത് പോകുന്ന സമയത്ത് നേരിട്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കൊല്ലം സ്റ്റാൻഡിൽ മെയിൻ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടക്ടർ മാറി കയറിയിരിക്കുന്നത്. അപ്പം പിന്നെ ആരോട് നമ്മൾ പോയി ചോദിക്കും? അപ്പം ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചതാണ്, ബസ്സിൻ്റെ അകത്ത് തന്നെ എല്ലാവരും കൊടുക്കുമ്പോഴത്തേക്കും 5 രൂപയാണെങ്കിലും 2 രൂപയാണെന്നുണ്ടെങ്കിലും 8 രൂപയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവർ പറയും ഇറങ്ങാൻ നേരം തരാമെന്ന് പറയും. ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേക്കും ആൾക്കാർ ഒന്നെങ്കിൽ ചോദിക്കത്തില്ല. ഞാനത് ശ്രദ്ധിച്ചതാണ്, ചോദിക്കുന്നുണ്ടെന്ന് കുറച്ച് പേര് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഈ ലോങ് ഡ്രൈവിൽ തൃശ്ശൂർ പോയ സമയത്തും ഈ കൊല്ലം പോയ സമയത്തും ഞാൻ ഇത്രയും ലോങ്ങിൽ ഇരിക്കുന്ന കാരണം ഇടയ്ക്ക് വെച്ച് ഇവർ കയറി ആൾക്കാരോട് പറയുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഇവർ പലർക്കും കൊടുക്കാറില്ല. ചോദിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവർ തരാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അന്നേരം വണ്ടി വിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് വിടുകയും ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ 8 രൂപ കൊടുക്കാനുള്ളവൻ 5 രൂപ കൊടുത്തും അങ്ങനെയൊക്കെ അങ്ങ് പോകും. ഇപ്പോൾ ഇന്നലെ ലാസ്റ്റായിട്ട് കയറിയപ്പോഴത്തേക്കാണ് ഞാൻ ഇന്നലെ പറവൂരല്ല, നമ്മുടെ പാതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഞാൻ പുന്നപ്ര വരെ ട്രാവൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ പുന്നപ്രയിൽ സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പ് ഉള്ളതാണ്. ഞാൻ കയറിയപ്പോൾ തന്നെ KSRTCയിൽ അവർ പറഞ്ഞ പുന്നപ്രയ്ക്ക് സ്റ്റോപ്പ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിലവിലവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അതല്ല നമുക്ക് ഇറക്കാം. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഇറക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്പലപ്പുഴയ്ക്കാണ് ടിക്കറ്റ് എഴുതിയത്. അതിനുശേഷം ടിക്കറ്റിൽ ബാക്കി 8 രൂപ എന്തുവാണ് ഞാൻ ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ കൊടുത്ത സമയത്ത് അവർ ബസ് വിടാറായപ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങുന്നു പറഞ്ഞിട്ട് 6 രൂപ എൻ്റെ തന്നിട്ട് പെട്ടെന്ന് ഇറക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാലൻസ് ആണെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ പെട്ടെന്ന് ബെല്ലടിച്ച് വണ്ടി വിടുകയാണ് ചെയ്ത്. അപ്പോൾ ഇതേപോലെ എത്ര പേരുടെ കയ്യിൽ നിന്നാണ് ഒരു ദിവസം ഇവർ പൈസ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞ ഒരു തട്ടിപ്പല്ലേ, അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം സാധാരണ ഇപ്പോൾ ഞാൻ കണ്ട സമയത്ത് പ്രായമായ സ്ത്രീകളും ഒക്കെ അതിൻ്റെ അകത്ത് കയറിയവർ ഇറങ്ങുന്ന ടൈമായ സമയത്ത്, അത് ഞാൻ കൊല്ലത്ത് പോകുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ്. ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർ ചോദിക്കുമ്പോഴത്തേക്കും ചില്ലറ ഇല്ലോ എന്നും പറഞ്ഞ് വിടുക. അതിലുപരി ബസ്സിൻ്റെ യാത്ര നമ്മൾ തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മുടെ ബാലൻസ് ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അത് ആലോചിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും എത്രയാണെങ്കിലും നമ്മൾ വിലയെടുത്താണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് എത്ര കിട്ടിയാലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തട്ടിപ്പിലൂടെ ചെറിയ എമൗണ്ട് പോകുമ്പോഴാണ്, അത് ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഒരു ദിവസം KSRTCയിൽ എത്ര പേര് കയറുന്നുണ്ട്? അപ്പോൾ ഈ ലോങ് ഡ്രൈവിൻ്റെ ഇടയിൽ കയറുന്ന എത്ര പേരുടെ കയ്യിൽ നിന്ന് ഈ 5ഉം 10ഉം ആയിട്ട് ഇവർ ഈ അടിച്ചു മാറ്റുന്ന പൈസ എവിടെ? അപ്പോൾ ഇത് അവരുടെ ഇത് KSRTCക്ക് ആയിരിക്കത്തില്ല പോകുന്നത്, ആ സ്റ്റാഫുകൾ, ആ കണ്ടക്ടർമാർ തന്നെയാണ് ഈ ക്യാഷ് എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ കയറിയിട്ടുള്ള ആ ടൈമിൽ ട്രാവൽ ചെയ്തിരിക്കുന്ന ബസ്സിലെല്ലാം ഇത് തന്നെ കണ്ടത്. ബാക്കി ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയാനായിട്ട് എനിക്ക് ഓടുന്ന എല്ലാ KSRTCയിലും കയറി നടക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതൊരു തട്ടിപ്പായിട്ട് ഇവർ കൊണ്ടുവരും. ഇവർക്ക് നാണമില്ല ഇങ്ങനെ പിടിച്ചു പറിച്ച് തിന്നാനായിട്ട്? കാരണം ഇവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് ജോലിക്കാരുമാണ്. എന്നിട്ടും ഇങ്ങനെ നക്കിത്തരം കാണിക്കുന്നതിന് ഇവർക്കൊരു മടുപ്പില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇതെല്ലാവരും സത്യം പറഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. കാരണം ഇവന്മാരുടെ ഈ ഒരു തട്ടിപ്പ് നാണക്കേട് ഉണ്ടെങ്കിൽ ഇവന്മാരെ നിർത്തണം. കാരണം ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ എമൗണ്ട് വെച്ചിട്ട് എത്രയോ രൂപ ഇവന്മാർ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് പോയി എങ്ങനെയെങ്കിലും മിനിസ്റ്ററിൻ്റെ കയ്യിലെങ്കിലും എത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ, അത്ര ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കും 5ഉം 10ഉം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. 5ഉം 10ഉം രൂപയാണെന്നുണ്ടെങ്കിൽ അതിനും വിലയുള്ളതാണ്. അത് പലതാകുമ്പോൾ എത്രയായി? അതും കൂടെ നിങ്ങൾ ചിന്തിക്കുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.